എന്താണ് മുസ്ലിയാരെ കസിൻസ് എന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല എന്താണ് ഈ കസിൻസിന് ഒരു അർത്ഥം വെക്കുന്നത് എന്നറിയില്ല. കോളേജിൽ നിന്ന് ഒരു ചങ്ങായിന്റെ കൈ പിടിച്ചു പോയതാരാ, അതെന്റെ കസിനാ. ഇനി റോഡും വന്ന് ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടു, ബസ്സൊന്ന് പരിചയപ്പെട്ടതാ, കുറച്ച് ദിവസം ലോകിയായി സംസാരമായപ്പോ പിന്നെ ഇതാരാ, അത് കസിനാ. എല്ലാം കസിന്. ഈ കസിന് കൊണ്ട് അവസാനം എന്താ ഉണ്ടാകുന്നത് എന്നറിയില്ല. നമ്മളുടെ അള്ളാന്റെ ദീന് തന്ന നിയമങ്ങൾക്ക് വില കൽപ്പിക്കാതെ ഏതോ പാശ്ചാത്യൻ ചിന്തക്കാരന്റെ കസിൻ എന്ന പേരോ അല്ലാത്ത പേരോ നദി പരസ്പരം നൽകിയിട്ട് കാണാനും തൊടാനും പറ്റാത്തവരെ തൊടാൻ നോക്കുന്ന സ്വഭാവമുണ്ടോ? അവരെ തൊടാൻ വേണ്ടി കഥയെ ന്യായം കണ്ടെത്തുന്ന സ്വഭാവമുണ്ടോ? അവരെ പിന്നാലെ പോയി സമയം കളയുന്ന സ്വഭാവമുണ്ടോ? അത് കേൾക്കുന്ന മുസ്ലിമേ, ശറഇന്റെ വിധി ഹറാമാ, സംശയിക്കേണ്ടതില്ല. സ്വന്തം ബാപ്പന്റെ പെങ്ങളുടെ മകളെ നോക്കരുത് എന്നാണോ മൊയ്ലിയാരെ പറയുന്നത്? അതെ, നോക്കരുത് എന്നാണ് ശറഇന്റെ വിധി എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വിധിയല്ല പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വിധിയല്ല പറയുന്നത്, ഏതെങ്കിലും സംഘടന ഉണ്ടാക്കിയ വിധിയല്ല പറയുന്നത്. അള്ളാന്റെ ദീൻ അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമിനുള്ള നിയമമാണ് പറയുന്നത്. ഏതോ നിരീശ്വരവാദിയോട് എന്റെ വയല് ബാധകമല്ല, അവരോട് പറയാനുള്ള വയല് നമുക്ക് വേറെ പറയാം. ഇത് ഈമാനുള്ള മുഅ്മിനീങ്ങളോടാണ് വയല്, അവരോടാണ് ഈ ഉപദേശം, അവരോടാണ് ഈ നിർദ്ദേശം. സ്വന്തം ബാപ്പന്റെ ജേട്ടത്തിയുടെ മകളെ തൊടാനോ, സ്വന്തം ബാപ്പന്റെ അനുജന്റെ മകളെ തൊടാനോ, സ്വന്തം ഉമ്മാന്റെ ആങ്ങളുടെ മകളെ തൊടാനോ, അവളെ നോക്കാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിന്റെ വിധി ഹറാമാണ്. അത് സ്വന്തം പെങ്ങളല്ലേ, അപ്പോഴേക്ക് ഭയങ്കര പെങ്ങളാണ്. അതായത് പറയുന്നത് വല്ലാത്ത കസിൻസ് ബന്ധം. അപ്പോഴേക്ക് ഭയങ്കര പെങ്ങളെ ചൂടി. സ്വന്തം ഉപ്പാന്റെ പെങ്ങളെ ചെന്ന് നോക്കിയിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചാൽ, സ്വന്തം ഉമ്മാന്റെ അനുജത്തിനെ കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചാൽ, സ്വന്തം ഉമ്മാന്റെ ആങ്ങളിനെ കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചാൽ മറുപടി പറയാനുള്ളത് കഴിഞ്ഞ പെരുന്നാളിനാണ്. അല്ല മൊയ്ലിയാരെ, കഴിഞ്ഞ പെരുന്നാളിന് നേരം കിട്ടിയിട്ടില്ല. ഇങ്ങനെയല്ലേ നമ്മളെ കഥ പറയാനുള്ളത്? അതേ സ്ഥാനത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത ദീൻ അംഗീകരിക്കാത്ത ബന്ധങ്ങൾക്ക് വേണ്ടി ഇബ്ലീസ് ഉണ്ടാക്കി തരുന്ന ചോദ്യങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ അള്ളാന്റെ ദീനിനെ അതേ പൊളിച്ചു കളയാൻ ശ്രമിച്ചാൽ, ദീനിന്റെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ, ദീനിന്റെ നിയമങ്ങൾ ചളിവാരി തേക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.